നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. ആലക്കോട് സെൻറ് മേരീസ് ദേവാലയത്തിൽ നിന്നാണ്. ഈ ദേവാലയത്തിനകത്തിരിക്കുമ്പോൾ ഒരു വല്ലാത്ത എനർജിയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു കാര്യം നിങ്ങളെ കൂടി അറിയിക്കാനാണ്. നാളെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. നാളെ വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ ആലക്കോട് സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മേരി മാത ചാരിറ്റബിൾ ട്രസ്റ്റ് ഇക്കുറിയും മുടക്കിയില്ല. പതിവ് പോലെ അവർ ഈ കാരുണ്യ പ്രവർത്തനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ ആലക്കോട് സെൻറ് മേരീസ് ദേവാലയം. പല ആളുകൾക്കും അറിയാം, മലയോര മേഖലയിൽ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളിലൊന്നാണ് ആലക്കോട് സെൻറ് മേരീസ് ദേവാലയം. ഇനി മേരി മാത ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കുട്ടികളൊക്കെ ഇവിടെ സൺഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പള്ളിമുറ്റത്ത് ഇരിക്കുന്നുണ്ട്. ഹലോ, സുഖമായിരിക്കുന്നു അല്ലേ? ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഇരിക്കുക അല്ലേ? എന്താ മോൻ്റെ പേരെന്താ? നോവിയോ. മോൻ്റെ പേരെന്താ? നിയോ. മോളുടെ പേര്? ബാക്കി കൂട്ടുകാരൊക്കെ പോയല്ലേ? ഇതാണ് ആലക്കോട് സെൻറ് മേരീസ് ദേവാലയത്തിൽ നിന്നും ഞാൻ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്. നമുക്ക് കാണാം, അവിടെയാണ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസ്. മാതാവിൻ്റെ വലിയൊരു പൂർണ്ണകായ പ്രതിമ നമുക്കിവിടെ കാണാൻ കഴിയും. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഈ പ്രതിമ സുപരിചിതമായിരിക്കും. മേരി മാത ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പലതവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ വർഷവും ഇവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ഈ ജനുവരി വർഷം തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. നിർധനർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതി തന്നെ ഇവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു യുവാക്കളാണ് ഇതിൻ്റെ ആളുകൾ. അച്ഛനിവിടെയുണ്ട്. ഇവരൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അച്ഛാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇന്ന് അച്ഛൻ ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഇതൊക്കെ അടുക്കുന്ന ജോബി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. നിങ്ങൾക്ക് എന്താണ് സംഗതി എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് നൽകുവാനുള്ള കിറ്റാണ്. അതായത് അതിനകത്ത് ബാഗുണ്ട്, കുടകളുണ്ട്, നോട്ട് ബുക്കുകളുണ്ട്, പെൻസിലുകളുണ്ട്, ബോക്സുകളുണ്ട്. അങ്ങനെ ഒരു കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നിറച്ചൊരു ബാഗ് അവർ കൊടുക്കുകയാണ്. ഈ ചെറുപ്പക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം. പച്ച എന്നിട്ട് വിശേഷങ്ങൾ സുഖമായിരിക്കും അല്ലേ? അപ്പോൾ നന്മയുള്ള പ്രവൃത്തി നടത്തുന്നവരെ പരിചയപ്പെടുത്തിയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അച്ഛാ, എന്തായാലും മേരി മാത ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്തവണയും മുടക്കിയില്ല അല്ലേ? കഴിഞ്ഞ 3 വർഷമായിട്ട് മേരി മാത ചാരിറ്റബിൾ ട്രസ്റ്റിലെ യുവജനങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ ബാഗ്, നോട്ട്ബുക്കുകൾ, കുട ഇതെല്ലാം കൊടുക്കുന്നു. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ചില കുട്ടികൾ വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിന്ന് വരികയാണ്. കുട്ടികൾ വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു സഹായമായി എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് വളരെ ദൈവാനുഗ്രഹമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അച്ഛാ വന്നിട്ട് കുറച്ചായിട്ടിലേക്ക് പോലും അല്ലേ? തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരവും ഒപ്പം പ്രചോദനവുമാണ്. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ, അവർക്ക് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഇവർ വലിയ പങ്കാണ് വഹിക്കുന്നത്. സമൂഹത്തിന് തന്നെ വലിയ മാതൃകയും പ്രചോദനവുമാണ് ഇവര് ഈ ചെറുപ്പക്കാർ കാണിക്കുന്നത്. കാണില്ലേ ഇവരെ ബാഗൊക്കെ ഒരുക്കി കൊണ്ടിരിക്കണം. ജോബി മാഷേ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ഇത്തവണയും മുടക്കാതെ എല്ലാവർക്കും കൊടുക്കുകയാണ്. എത്ര പേർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ 100ഓളം പേർക്ക് ഇന്ന് ഇപ്രാവശ്യം നമ്മൾ ബാഗും കുടയടക്കമുള്ള കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താണെങ്കിലും അത്ര അപേക്ഷകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാവർക്കും അപേക്ഷിച്ച എല്ലാ ആൾക്കാർക്കും നമ്മളത് കൊടുക്കും. അർഹരായവർക്ക് ഇത് കൊടുക്കും, എത്തിച്ചു കൊടുക്കും. അതെ. അപ്പോൾ ഇതിന്റെ ഭാരവാഹികളൊക്കെയാണ് ഈ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. നമുക്ക് മേരി മാത ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആലക്കോട് തിരുനാൾ മഹോത്സവത്തെക്കുറിച്ച് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. വളരെ മനോഹരമായിട്ട് ഇത്തരത്തിലുള്ള തിരുനാൾ പ്രോഗ്രാമൊക്കെ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടാ ഒരു കോൺട്രാക്ടറാണ്. നമ്മൾ 3ാമത്തെ വർഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രസ്റ്റിനോട് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും ട്രസ്റ്റിന് വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്നു. കാരണം പലരുടെ സഹായം കൊണ്ടാണ് ഈ പരിപാടികൾ ഇങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായും. പക്ഷെ അതിനൊരു ഏകോപനം വേണം. ആ ഏകോപനമാണ് അത് ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് കാണാം. ഇത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ബുക്കുകളുണ്ട്, പെൻസിലുകളുണ്ട്, ബോക്സുകളുണ്ട് അല്ലേ? ഒരുപാട് സാധനങ്ങൾ കൊടുക്കും. എന്തൊക്കെ കൊടുക്കുന്നു? ബുക്കുണ്ട്, ബാഗ്, കൊട, പിന്നെ പെൻസിലുണ്ട്, പേന,
ഇതൊരു പുതിയൊരാളാണല്ലോ. ഇത് പേരെന്താ? അതുൽ. പുതിയ ഭാരവാഹിയാണോ? ഉള്ള ആള് തന്നെയല്ലേ? അപ്പൊ ചെറുപ്പക്കാരൊക്കെ ഇതിനകത്തൊക്കെ സജീവമായിട്ട് ഇപ്പോഴുണ്ട്. നല്ല ജോൺസിന്റെ കുടയാണിത്. പോപ്പി കുടകളല്ലേ? എല്ലാ കുടകളുണ്ട്, എല്ലാം ബ്രാൻഡഡ് കുടകളാണ്. വാട്ടർ ബോട്ടിലുകളുണ്ട്, പെൻസിലുണ്ട്. ഹായ്, എന്നാണ് വിശേഷങ്ങള്? സുഖമായിരിക്കുന്നു അല്ലേ? അപ്പോൾ ബാഗുകളൊക്കെ കൊടുക്കാൻ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കും. ഇത് എപ്പോഴാണ് ഇതിന്റെ കൊടുക്കുന്നത്? എപ്പോഴാണ്? ഇന്ന് വൈകുന്നേരം 3 മണി. അതല്ലേ? ഹലോ, എന്താ മാറിയിരിക്കുന്നത്? ഹലോ ഇതെന്താ സുഖമായിരിക്കുന്നു അല്ലേ? അപ്പൊ എല്ലാവരും നിങ്ങൾ കണ്ടു കാണും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രവർത്തകർ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചോദനപരമായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇതുവഴി കടന്നുപോയപ്പോൾ. കാരണം ഞാനിപ്പം ആലക്കോട് നിന്ന് തളിപ്പുറം ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നത് അറിഞ്ഞത്. അങ്ങനെ ഇവിടേക്ക് വന്നതാണ്. എന്തായാലും ജിമ്മി ജോസഫ്, ഹായ്, സവിത സുനിൽ, അങ്ങനെ ഒരുപാട് ആളുകൾ വിദേശത്തൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.